നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മ വന്നത് നന്നായി. ഒരു തറവാടിത്തമുണ്ട് ഒരുക്കത്തില്. അല്ല, നിങ്ങൾ ഈ സമയത്ത് എവിടെ പോയിരുന്നു? അതിനവരെ ശകാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പൂജയ്ക്ക് പൂക്കള് വാങ്ങാൻ പോയെന്നാ ഇവൻ എന്നോട് പറഞ്ഞത്. പക്ഷേ പ്രീതിയോട് ചോദിച്ചപ്പോഴല്ലേ എല്ലാം കള്ളമായിരുന്നു എന്ന് മനസ്സിലായത്. ഇവരെ അമ്പലത്തിൽ പോയതായിരുന്നു ശാരദാമ്മേ. ശ്യാമയുടെ പേരില് ദോഷപരിഹാര പൂജയും ശത്രുസംഹാര പൂജയും നടത്താൻ വേണ്ടി. ദാമ്പത്യ പൂജ നടത്തുമ്പോ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതില്ല. ആ, എന്നാ വാ, നമുക്ക് താഴേക്ക് പോവാം. മുഹൂർത്തമായി, എല്ലാരും കാത്തിരിക്കുക. വാടാ, വാ വാ. അയ്യോ, മോള് ഉണർന്നു തോന്നുന്നു. ഞാൻ അവളെ എടുത്തോണ്ട് വരാം. വിഷ്ണു, ആ താഴേക്ക് വാ. ആമ വാ മോളെ. പുതുപ്പെണ്ണ് കൊള്ളാല്ലേ? നമുക്ക് തുടങ്ങാൻ തിരുമേനി. ആയിക്കോട്ടെ. അമ്മേ, അമ്മ വന്നേ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിതജം ഫലസാരഭക്ഷിതം വാസുവശോകവിനാശകരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗണപതയേ നമഃ. എന്താ അമ്മേ ഇത്? ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. അത് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഞാനും ഗോപാലേട്ടനും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ
മോളെ നീ എന്താ ഈ സമയത്ത്? അമ്മ മോളെ മോളെ എന്താടി? അമ്മ എന്നെ ഇനി അങ്ങോട്ട് വിടല്ലേ അമ്മ. ഞാനിവിടെ താമസിച്ചോളാം. മോളെ അത് അമ്മ എന്നെ ഇനി അങ്ങോട്ട് വിടല്ലെന്ന് പറ. മോള് വാ. രാത്രി ഇവിടുന്ന് ആരും കാണാതെ അവൾ എങ്ങനെ ഇറങ്ങി അവിടെ എങ്ങനെ എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഹോ, എന്തായാലും ദൈവം തുണയായി. മോളെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നും പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നു. അതിനു മാത്രം പ്രശ്നം എന്താന്ന് ഞാനും അച്ഛനും തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് ഒന്നും പറയാനില്ല. ഒരേ പല്ലവി തന്നെ. രോഹിത്തിനെ കൊണ്ട് അവക്ക് ഒരു ശല്യമില്ല അമ്മ. അവള് രോഹിത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. അതെനിക്കറിയാലോ. ശാരദമ്മ, ശ്യാമ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അമ്മ അറിയാതിരിക്കാൻ ശാലിനി ഒരുപാട് പണിപ്പെടുന്നുണ്ട്. അതും എന്റെ മനസ്സിലുണ്ട്. ഇന്ന് ദാമ്പത്യ പൂജയല്ലേ? ആ സമയത്ത് ശ്യാമ ഇവിടെ കാണാതെ വന്നാൽ ഇവളുടെ ജീവിതം കൂടെ അപകടത്തിലാവുമല്ലോ എന്നായിരുന്നു എന്റെ പേടി. എന്റെ രണ്ടു മക്കളും പെരുവഴിയിലാവില്ലേ? ഞാനും അച്ഛനും കൂടെ ഒരു രാത്രി മുഴുവനും എടുത്തു അവളെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ ചത്തു കളയെന്ന് വരെ അവള് പറഞ്ഞു. പിന്നെ നിന്റെ കുഞ്ഞേച്ചിയുടെ താലി കൂടി നിനക്ക് പൊട്ടിക്കണോന്നുള്ള ചോദ്യത്തിലാ അവള് കുറച്ചൊന്ന് അടങ്ങിയത്. അപ്പൊ അവള് പൂർണ്ണ മനസ്സോടെ അല്ല പൂജയ്ക്ക് വന്നിരിക്കുന്നത്. അതെ. ഇവിടെ എത്തിയിട്ട് സത്യാമ്മയെ കാണാതെ അവളെ മുറിയിലെത്തിക്കാൻ കുറച്ച് പാടുവിട്ടു. പിൻവാതിലൂടെ രോഹിത അവളെ മുറിയിലെത്തിച്ചത്. മുൻവാതിലൂടെ വന്ന ഞാൻ ശ്യാമയെ ഒരുക്കാനെന്നും പറഞ്ഞ റൂമിൽ കയറിയത്. നെഞ്ചിൽ തീയുമായിട്ട് നിൽക്കുമായിരുന്നു രോഹിത്തും പ്രീതിയും. രണ്ടാൾക്കും അപ്പോഴാ ഒന്ന് മനസ്സമാധാനായത്. ഇവിടെ വന്നിട്ടും ശ്യാമ കുറച്ച് ബലം പിടുത്തമൊക്കെ നടത്തി. കുറെ പാടുപെട്ടിട്ടാ ഒക്കെ ഇതുവരെ ഒന്ന് കൊണ്ടെത്തിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.